കിളിങ്ങുന്ന ബീഫോ? ഇതെങ്ങനെയൊന്നും ഉണ്ടാക്കുന്നേ? നമുക്കൊന്ന് നോക്കിയാലോ ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. SR സിമ്പിൾ വ്ളോഗ്സിൻ്റെ മറ്റൊരു സിമ്പിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നൊരു സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെയധികം ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. ഗൈസ്, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫിന് ഒരു 1/2 കിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സോയാ സോസ്, അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു 2 പീസ് ഇഞ്ചി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ വേണം. അതിൻ്റെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വേപ്പില കൂടെ നമുക്ക് വേണ്ടി വരും കേട്ടോ. വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമുക്ക് വീണ്ടും ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടിത്തിരുമാം കേട്ടോ. നന്നായി കൂട്ടിത്തിരുമി നമുക്ക് വയ്ക്കാം. പിന്നെ അത് കുറച്ച് നേരം വയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് അപ്പം തന്നെ കുക്കറിനകത്തോട്ട് അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നല്ല അധികം കനവില്ലാതെ സവാള കുരുകുരാന്ന് അരിഞ്ഞെടുക്കാം. അതെ, നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെന്ത ബീഫിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മുടെ ബീഫിനെ എല്ലാം തന്നെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ കാണുന്ന നമ്മുടെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇനി വേണ്ട. അതിൻ്റെ ഫ്ലേവർ ഓൾറെഡി അത് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ബീഫിനെ മാത്രം വേർതിരിച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ ബീഫോളം വരും കേട്ടോ. പിന്നെ നമ്മുടെ തളിരായിട്ട് അരിഞ്ഞിരിക്കുന്ന നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, കാശ്മീരി ചില്ലി ചേർക്കാം, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എല്ലാം വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയും കടലപ്പൊടിയും കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതേ അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം വരും കേട്ടോ. ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി 1 സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടത് കടലപ്പൊടി 2 സ്പൂണാണ്. 2 സ്പൂൺ കടലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ പൊടിയുടെ ഡ്രൈനെസ് ഒക്കെ പോകണം. അപ്പം അത്യാവശ്യത്തിന് വെള്ളം അതിനകത്തുണ്ട്. വേറെ വെള്ളം ഒന്നും നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്ത് കൊടുക്കണില്ല. പിന്നെ ആ ഡ്രൈനെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫിൻ്റെ കുക്കറിലുള്ള വെള്ളമില്ലേ, ബാക്കി ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നൊരു ബൈറ്റിനൊരു കടി ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഒരു കടിക്കാൻ കിട്ടുമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം അടച്ചു വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂറോളം വെക്കണം. പുറത്താണെങ്കിലും ഒരു 3/4 മണിക്കൂറെങ്കിലും വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതേ കുറച്ച് വേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് വെൽ മിക്സ്ഡ് ആണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഓയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ബീഫിൻ്റെ പീസസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ബീഫെല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം ദേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെന്തോന്നൊക്കെ തോന്നുന്നുണ്ട്. നല്ല ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും ഇപ്പോൾ ഇതേ പരുവായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ കുറേ നേരത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ ഇട്ട് മറിച്ച് കൊടുക്കാം. എല്ലാം കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോവില്ലേ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല ബീഫ് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ സൂപ്പർ നല്ല കിളിന്നുള്ള കണ്ടോ അടിപൊളി
ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ശ്രമിച്ച് നോക്കണേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെ കണ്ടോ, ഇതാ നമ്മൾക്ക് ഇനി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പാത്രം കാലിയാവുന്നതേ അറിയില്ല. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ. അപ്പം ഇന്നത്തെ വ്ളോഗ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.